ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തുറന്നാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇൻഫ്ലുവൻസർമാരെയും മോട്ടിവേഷൻ സ്പീക്കർമാരും ഒക്കെയാണ്. ആൺപെൺ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ഉപദേശങ്ങളുമായി ഇറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള പലരെയും സോഷ്യൽ മീഡിയയിൽ കാണും. ആരാണ് ഇവരെയൊക്കെ മോട്ടിവേഷൻ സ്പീക്കർമാരാക്കിയത്? എവിടെയാണ് ഇവർക്കൊക്കെയുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ്? ഞാൻ 10 പേരുടെ കൂടെ കിടന്നിട്ടുണ്ടെന്നും സെക്സ് ചെയ്തിട്ടുണ്ടെന്നും ഓറൽ സെക്സിനെ കുറിച്ച് ഒരു ഉളുപ്പുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ അനുഭവം പങ്കുവെച്ച ഉടൻ പിന്നെ കാണുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടാണ്. ഇവളെങ്ങനെ മോട്ടിവേഷൻ സ്പീക്കറായി? ആരിവളെ മോട്ടിവേഷൻ സ്പീക്കർ ആക്കി? അവർക്ക് എങ്ങനെയുള്ള സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്നത്? അവരുടെ അനുഭവം. ഇന്ന് ഓരോ ടോപ്പിക്കുമായി സോഷ്യൽ മീഡിയയിൽ പലരും വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ യോഗ്യത പരിശോധിക്കുന്നത്? സമൂഹത്തെ ആധികാരികമായി തിരുത്താൻ, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ, സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അതിന് തക്ക അറിവും യോഗ്യതയും പ്രാപ്തിയും ഈ മോട്ടിവേഷൻ സ്പീക്കർമാർക്കുണ്ടോ എന്ന് എന്തുകൊണ്ടാണ് സമൂഹം വിലയിരുത്താത്തത്?